ഹലോ കൂട്ടുകാരെ, ഞാനാണെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയായിരുന്നേ, എൻ്റെ തൈ കേട്ടോ. അപ്പോൾ ഞാനത് കുറേ ദിവസമായിരിക്കാൻ തുടങ്ങി. ഞായറാഴ്ച എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോക്ക് കാരണം ഒന്നും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച കിട്ടിയതാണ്, പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊന്നും വീട്ടിൽ നിൽക്കാത്ത കാരണം നടന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് ഒരു ബക്കറ്റിൽ നടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അടിയിൽ ഞാൻ കുറച്ച് കരിയിലായിട്ട് കൊടുത്തത്, പിന്നെ കുറച്ച് മണ്ണ്, ബാക്കി മണ്ണ് ചേർത്ത്, പിന്നെ മുകളിലായിട്ട് കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും അതിനകത്ത് മിക്സ് ചെയ്ത്, ഈ മണ്ണിനകത്ത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇട്ടതായിരുന്നേ. ഇപ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നടാം കേട്ടോ. കിളുക്കുമെന്നറിയത്തില്ല, ഇത്രയും ദിവസമായതുകൊണ്ട് ഇനി അങ്ങനെ വേരുണ്ട്, പക്ഷേ ഒടിഞ്ഞും പോയായിരുന്നു. അപ്പോൾ വേരുള്ള ഭാഗം ഞാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കിളുക്കുമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നടുവാണേ. അപ്പോൾ ഇത് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്തേ അതിൻ്റെ ഒരു കഷ്ണവും കൂടെ ഉണ്ടല്ലോ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള കഷ്ണവും കൂടെ നട്ട് വെച്ചേക്കാം. കിളുക്കണമെങ്കിൽ കിളുക്കട്ടെ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിളുക്കുമല്ലോ. പക്ഷേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തിന്നാൻ എനിക്കിഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരാൾ തന്നപ്പോഴത്തേക്ക്, നമ്മുടെ ഒരു ബന്ധുവാണേ, ബന്ധു കൊച്ച് തന്നതാണ്. അപ്പോൾ ഞാനോർത്ത് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ, വീട്ടിലൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കഷ്ണവും കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. പിടിക്കണവേ, കാരണം എല്ലായിടത്തും ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കിതൊരു കൗതുകമാണല്ലോ. അപ്പം ഉണ്ടാകുമെങ്കിൽ നല്ല കാര്യം, നോക്കാം ഉണ്ടാകുമെന്ന്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തേക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഞാനൊരു മരത്തിൻ്റെ സൈഡിലാണ് കൊണ്ട് വെച്ചേക്കണം. പിന്നെ അങ്ങോട്ട് ആക്കി കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വയ്ക്കാം. ഇവിടെ ഒരു അഴയുണ്ട്, അപ്പോൾ അഴയിലോട്ട് വേണമെങ്കിൽ ഇതാക്കി വെക്കണമെങ്കിൽ വെക്കാം. എങ്ങനെയാണ് ഇത് വളർന്നു വരുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ അവസ്ഥ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്.